തിരുവനന്തപുരം. നമസ്കാരം. നമ്മുടെ കേരളത്തിലെ ജില്ലകൾ എന്ന പുതിയ വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സീരീസിലെ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ സ്വന്തം തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തെക്കുറിച്ചാണ്. രാജാക്കന്മാരുടെ ചരിത്രവും പൈതൃകവും മനോഹരമായ കടൽത്തീരങ്ങളും തലസ്ഥാന നഗരിയുടെ പ്രൗഢിയും ചേർന്ന തിരുവനന്തപുരത്തെക്കുറിച്ച് ഏതൊരു മലയാളിയും അറിഞ്ഞിരിക്കേണ്ട PSC പരീക്ഷകൾക്കും ക്വിസുകൾക്കും ഉപകരിക്കുന്ന 50 പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വൈകിക്കാതെ തന്നെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 1. തിരുവനന്തപുരം ജില്ല എന്ന് രൂപീകൃതമായി? ഉത്തരം 1949 ജൂലൈ 1. തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വന്ന ദിവസമാണ് തിരുവനന്തപുരം ജില്ലയും ഔദ്യോഗികമായി രൂപീകൃതമായത്. 2. കേരളത്തിന്റെ ഏറ്റവും തെക്കേയറ്റത്തുള്ള ജില്ല ഏതാണ്? ഉത്തരം തിരുവനന്തപുരം. ഭൂമിശാസ്ത്രപരമായി കേരളത്തിന്റെ ഏറ്റവും തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണിത്. 3. തിരുവനന്തപുരം എന്ന പേരിന്റെ അർത്ഥം എന്താണ്? ഉത്തരം അനന്തന്റെ നഗരം. അനന്തശയനത്തിൽ വസിക്കുന്ന ശ്രീ പത്മനാഭന്റെ നഗരം എന്നതിൽ നിന്നാണ് ഈ പേര് വന്നത്. 4. ലോകത്തിലെ ഏറ്റവും ധനികമായ ക്ഷേത്രം ഏതാണ്? ഉത്തരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. തിരുവനന്തപുരം നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം വൻതോതിലുള്ള നിധശേഖരം കൊണ്ട് ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയതാണ്. 5. തിരുവനന്തപുരം നഗരത്തെ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. തിരുവനന്തപുരത്തിന്റെ സ്വാഭാവിക പച്ചപ്പും ഭംഗിയും കണ്ടാണ് ഗാന്ധിജി ഈ വിശേഷണം നൽകിയത്. 6. കേരളത്തിന്റെ ആദ്യത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? ഉത്തരം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. 1932 പ്രവർത്തനം ആരംഭിച്ച ഇത് 1991 അന്താരാഷ്ട്ര പദവി നേടി. 7. കേരളത്തിലെ ആദ്യത്തെ IT പാർക്ക് ഏതാണ്? ഉത്തരം ടെക്നോ പാർക്ക് കഴക്കൂട്ടം. 1990 സ്ഥാപിതമായ ടെക്നോ പാർക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ IT പാർക്കുകളിലൊന്നാണ്. 8. ഇന്ത്യയിലെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ഉത്തരം തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷൻ TERLS. 1963 നവംബർ 21 തുമ്പയിൽ നിന്ന് ഇന്ത്യ ആദ്യമായി സൗണ്ടിംഗ് റോക്കറ്റ് വിക്ഷേപിച്ചത്. 9. ഏഷ്യയിലെ ആദ്യത്തെ മാജിക് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കഴക്കൂട്ടം മാജിക് പ്ലാനറ്റ്. മുതുകാട് മാജിക് അക്കാദമിയുടെ കീഴിൽ മാജിക് പ്ലാനറ്റ് എന്ന പേരിൽ ഇതറിയപ്പെടുന്നു. 10. കേരളത്തിലെ ഏറ്റവും വലിയ തുറമുഖ പദ്ധതി ഏതാണ്? ഉത്തരം വിഴിഞ്ഞം അന്താരാഷ്ട്ര ആഴക്കടൽ മദർ പോർട്ട്. അന്താരാഷ്ട്ര കപ്പൽ ചാനലിനോട് ചേർന്ന് കിടക്കുന്ന രാജ്യത്തെ പ്രധാന ആഴക്കടൽ കണ്ടെയ്നർ ടെർമിനലാണിത്. 11. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന നദി ഏതാണ്? ഉത്തരം വാമനപുരം പുഴ. മറ്റൊന്ന് നെയ്യാർ. ജില്ലയിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സുകളിൽ ഒന്നാണ് വാമനപുരം പുഴ. 12. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ ജയിൽ എവിടെയാണ്? ഉത്തരം നെട്ടുകാൽത്തേരി. 1962 കാട്ടാക്കട താലൂക്കിലാണ് ഈ തടവുകാരുടെ തുറന്ന ജയിൽ സ്ഥാപിതമായത്. 13. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രണ്ടാമത്തെ ജില്ല ഏതാണ്? ഉത്തരം തിരുവനന്തപുരം. ഏറ്റവും കൂടുതൽ കണ്ണൂർ. ഏകദേശം 78 കിലോമീറ്റർ നീളമുള്ള മനോഹരമായ കടൽത്തീരം ജില്ലയ്ക്കുണ്ട്. 14. തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ അന്താരാഷ്ട്ര ബീച്ച് ഏതാണ്? ഉത്തരം കോവളം ബീച്ച്. അടയാളപ്പെടുത്തുന്ന ലൈറ്റ് ഹൌസും ലൈറ്റ് ഹൌസ് ബീച്ചും ഇവിടുത്തെ പ്രധാന ആകർഷണമാണ്. 15. കേരള സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്ത വർഷം ഏത്? ഉത്തരം 1869. ആയില്യം തിരുനാൾ രാമവർമ്മ രാജാവിന്റെ കാലത്താണ് റോമൻ ഗ്രീക്ക് ശൈലിയിൽ ഇത് നിർമ്മിച്ചത്. 16. കേരളത്തിലെ ആദ്യത്തെ സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയം ഏതാണ്? ഉത്തരം PMGക്ക് സമീപമുള്ള വിക്രം സാരാഭായ് സ്പേസ് മ്യൂസിയം പൈ പ്രിയദർശിനി പ്ലാനറ്റോറിയം. ശാസ്ത്രസംബന്ധിയായ വിവരങ്ങളും പ്ലാനറ്റോറിയം ദൃശ്യങ്ങളും ഇവിടെ ലഭ്യമാണ്. 17. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഉത്തരം അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്, ഭാഗികമായി തിരുവനന്തപുരത്ത്. അപൂർവ സസ്യജന്തുജാലങ്ങളാൽ സമ്പന്നമായ ഇത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുണ്ട്. 18. കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ഏതാണ്? ഉത്തരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. 1951 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. 19. തിരുവനന്തപുരം ജില്ലയിലെ ഏക മലയോര വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? ഉത്തരം പൊന്മുടി. സമുദ്രനിരപ്പിൽ നിന്ന് 1100 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഹിൽ സ്റ്റേഷനാണിത്. 20. കേരള നിയമസഭാ മന്ദിരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം വികാസ് ഭവൻ, തിരുവനന്തപുരം. 1998 മെയ് 22 പുതിയ നിയമസഭാ മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. 21. ഇന്ത്യയിലെ ആദ്യത്തെ സോയിൽ മ്യൂസിയം എവിടെയാണ്? ഉത്തരം പരോട്ടുകോണം, തിരുവനന്തപുരം.
മണ്ണുകളുടെ തരങ്ങളെക്കുറിച്ചും സംരക്ഷണത്തെക്കുറിച്ചും പഠിക്കാൻ ഇത് സഹായിക്കുന്നു. 22 ശ്രീചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം മെഡിക്കൽ കോളേജ് ക്യാമ്പസ്, തിരുവനന്തപുരം. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനമാണിത്. 23 കേരളത്തിലെ ഏറ്റവും പഴയ മൃഗശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം മൃഗശാല. 1857 സ്വാതി തിരുനാളിന്റെ കാലത്താണ് ഇതിനു തുടക്കമിട്ടത്. 24 കേരള സെൻട്രൽ ലൈബ്രറി, സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി എവിടെയാണ്? ഉത്തരം പാളയം, തിരുവനന്തപുരം. 1829 സ്ഥാപിക്കപ്പെട്ട ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള പബ്ലിക് ലൈബ്രറികളിൽ ഒന്നാണ്. പബ്ലിക് ലൈബ്രറി എന്നും അറിയപ്പെടുന്നു. 25 തിരുവിതാംകൂറിന്റെ ആദ്യ തലസ്ഥാനം ഏതായിരുന്നു? ഉത്തരം പത്മനാഭപുരം, നിലവിൽ തമിഴ്നാട്ടിൽ. പിന്നീട് മാർത്താണ്ഡവർമ്മയാണ് തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. 26 വർക്കല ശിവഗിരി മഠം സ്ഥാപിച്ചതാരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. 1904 ഗുരു തപസ്സിനായി തിരഞ്ഞെടുത്ത സ്ഥലമാണിത്. 27 പാപനാശം ബീച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം വർക്കല. ഇവിടുത്തെ കടലിൽ മുങ്ങി നിവർന്നാൽ പാപങ്ങൾ കഴുകിക്കളയാം എന്നാണ് ഹൈന്ദവ വിശ്വാസം. കൂടാതെ കടൽത്തീരത്തെ ചെങ്കുത്തായ കുന്നുകൾ, ക്ലിഫ്സ് പ്രത്യേകതയാണ്. 28 തിരുവനന്തപുരം എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഉത്തരം ചാക്ക, ശംഖുമുഖത്തിന് സമീപം. വലിയതുറ, ശംഖുമുഖം ബീച്ചുകളോട് ചേർന്നാണ് എയർപോർട്ട് റൺവേ ഉള്ളത്. 29 കേരളത്തിലെ പ്രധാന സിംഹ സംരക്ഷണ കേന്ദ്രം, ലയൺ സഫാരി പാർക്ക് എവിടെയാണ്? ഉത്തരം നെയ്യാർ ഡാം, മരക്കുന്നം ദ്വീപ്. നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിക്ക് കീഴിലാണ് ഈ ലയൺ സഫാരി പാർക്കുള്ളത്. 30 ഡിജിറ്റൽ സർവകലാശാല, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം മംഗലപുരം, ടെക്നോസിറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാലയാണിത്. മുമ്പ്. 31 കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം പാളയം, തിരുവനന്തപുരം. 1937 തിരുവിതാംകൂർ സർവകലാശാല എന്ന പേരിലാണ് ഇത് രൂപീകൃതമായത്. 32 ചിത്രലേഖ ഫിലിം കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. ആക്കുളത്ത് സ്ഥാപിച്ച ഇത് മലയാള സിനിമയുടെ വളർച്ചയിൽ വലിയ പങ്കുവഹിച്ചു. 33 ചിത്ര അഞ്ചൽപ്പെട്ടി തിരുവനന്തപുരത്തെവിടെ കാണാം? ഉത്തരം മ്യൂസിയം കോമ്പൗണ്ടിലും ഹെഡ് പോസ്റ്റ് ഓഫീസിലും. തിരുവിതാംകൂർ രാജഭരണകാലത്ത് തപാൽ സംവിധാനത്തിന് ഉപയോഗിച്ചിരുന്ന ഇരുമ്പ് പെട്ടികളാണിവ. 34 തിരുവനന്തപുരത്തെ രാജാക്കന്മാരുടെ കൊട്ടാരം ഏതാണ്? ഉത്തരം കവടിയാർ കൊട്ടാരം. ശ്രീചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവാണ് 1934 ഇത് നിർമ്മിച്ചത്. 35 കുതിരമാളിക അഥവാ പത്മനാഭപുരം കൊട്ടാര മാതൃകയിലുള്ള കൊട്ടാരം പണിതതാര്? ഉത്തരം സ്വാതി തിരുനാൾ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഇതിന്റെ യഥാർത്ഥ പേര് പുത്തൻ മാളിക എന്നാണ്. 36 കേരളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ ഏതാണ്? ഉത്തരം ഉദയ സ്റ്റുഡിയോ, ആലപ്പുഴ. 37 സർക്കാർ ഉടമസ്ഥതയിലുള്ള ചിത്രാഞ്ജലി സ്റ്റുഡിയോ എവിടെയാണ്? ഉത്തരം തിരുവല്ലം, തിരുവനന്തപുരം. KSFDCയുടെ കീഴിലാണ് ചിത്രാഞ്ജലി പ്രവർത്തിക്കുന്നത്. 38 ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം പ്രശസ്തമായത് എന്തുകൊണ്ടാണ്? ഉത്തരം ആറ്റുകാൽ പൊങ്കാല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുചേരുന്ന ഉത്സവം എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ഒന്നാണിത്. സ്ത്രീകളുടെ ശബരി മല എന്നും അറിയപ്പെടുന്നു. 39 പാലോട് സ്ഥിതി ചെയ്യുന്ന പ്രധാന ഗവേഷണ കേന്ദ്രം ഏതാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, JNTBGRI. സസ്യങ്ങളെക്കുറിച്ചും ഔഷധസസ്യങ്ങളെക്കുറിച്ചുമുള്ള വൻ ഗവേഷണ കേന്ദ്രമാണിത്. 40 കേരളത്തിലെ ഏക പക്ഷിവളർത്തൽ കേന്ദ്രങ്ങളിലൊന്നായ മടവൂർപ്പാറ എന്തിനാണ് പ്രശസ്തം? ഉത്തരം ഗുഹാക്ഷേത്രം, റോക്കറ്റ് ടെമ്പിൾ. 8ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട അപൂർവ ഗുഹാക്ഷേത്രമാണിത്. 41 തിരുവനന്തപുരത്തെ കൂറ്റൻ മത്സ്യകന്യകയുടെ ശില്പം സ്ഥിതി ചെയ്യുന്നതെവിടെ? ഉത്തരം ശംഖുമുഖം ബീച്ച്. പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമനാണ് ഈ മനോഹര ശില്പം നിർമ്മിച്ചത്. 42 അഗസ്ത്യകൂടം കൊടുമുടി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? ഉത്തരം കാട്ടാക്കട, മുമ്പ് നെയ്യാറ്റിൻകര. സമുദ്രനിരപ്പിൽ നിന്ന് 1868 മീറ്റർ ഉയരമുള്ള കേരളത്തിലെ രണ്ടാമത്തെ ഉയർന്ന കൊടുമുടിയാണിത്. 43 ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിന്റെ പ്രത്യേകത എന്താണ്? ഉത്തരം കായൽ ടൂറിസവും കുട്ടികളുടെ പാർക്കും. തിരുവനന്തപുരം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ശാന്തമായ കായൽ പ്രദേശമാണിത്. 44 തിരുവനന്തപുരത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജ് EET സ്ഥാപിതമായ വർഷം? ഉത്തരം 1939. കേരളത്തിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം, CET. 45 നെയ്യാറ്റിൻകര സ്വദേശിയായ പ്രശസ്ത സ്വാതന്ത്ര്യസമര സേനാനി ആരാണ്? ഉത്തരം
സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, വേലുത്തമ്പി ദളവ. ഇവിടെ ജീവിച്ചവർ വ. രാമചന്ദ്രൻ. ശ്രദ്ധിക്കുക, നെയ്യാറ്റിൻകര ലാസർ, നെയ്യാറ്റിൻകര രാമചന്ദ്രൻ എന്നിവർ പ്രശസ്തരാണ്. 46 ഓപ്പൺ എയർ തിയേറ്ററായ നിശാഗന്ധി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കനകക്കുന്ന് കൊട്ടാരവളപ്പിൽ. സൂര്യകാന്തി നിശാഗന്ധി ഫെസ്റ്റിവലുകൾ നടക്കുന്നത് ഇവിടെയാണ്. 47 കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് ആരംഭിച്ചത്? ഉത്തരം പട്ടം, തിരുവനന്തപുരം. 2009 സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ ഈ സ്റ്റേഷൻ നിലവിൽ വന്നത്. 48 തിരുവനന്തപുരം ജില്ലയിലൂടെ കടന്നുപോകുന്ന ദേശീയപാത ഏതാണ്? ഉത്തരം NH66, പഴയ NH47. കളീക്കാവിള വഴി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന ദേശീയപാതയാണിത്. 49 മൺവിളയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ഇൻഡസ്ട്രിയൽ ഏരിയ ഏതാണ്? ഉത്തരം മൺവിള വ്യവസായ മേഖല, കഴക്കൂട്ടത്തിന് സമീപം. കുടുംബശ്രീയുടെയും മറ്റും പ്രൊഡക്ഷൻ യൂണിറ്റുകളും ഫാക്ടറികളും ഇവിടെയുണ്ട്. 50 തിരുവനന്തപുരം നഗരത്തിന്റെ രക്ഷാധികാരിയായി കരുതപ്പെടുന്ന രാജവംശം ഏതാണ്? ഉത്തരം തിരുവിതാംകൂർ രാജവംശം. പത്മനാഭദാസന്മാർ എന്ന പേരിലാണ് ഇവിടുത്തെ രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് കണ്ടത്. തിരുവനന്തപുരത്തെക്കുറിച്ച് പുതിയ എന്തെങ്കിലും വിവരങ്ങൾ പഠിക്കാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു. നമ്മുടെ ഈ കേരളത്തിലെ ജില്ലകൾ എന്ന സീരീസിലെ അടുത്ത വീഡിയോയിൽ മറ്റൊരു ജില്ലയുടെ വിശേഷങ്ങളുമായി നമ്മൾ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണാനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.